ഒരല്പം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈശോയെക്കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി, ദൈവപിതാവ് പരിശുദ്ധാത്മാവ് ഈശോയെക്കുറിച്ച് തന്ന ആ ജ്ഞാനം അതേറ്റവും വിലയുള്ളതാകയാൽ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ആ കാര്യം, എൻ്റെ ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ മറ്റെല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു. എന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇനി മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പ്രധാനം എന്താണ്? ഈശോയെ അറിയുക, അവനെക്കുറിച്ചുള്ള ബോധ്യം കിട്ടുക, ജ്ഞാനം നിറയുക. നമുക്ക് നമ്മുടെ ആയുസ് ഇനി എത്ര കാലം നീളുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ അവസാനത്തെ ദിവസം അറിഞ്ഞുകൂടാ. അപ്പം അതിനു മുമ്പ് അങ്ങ് എത്തുമായിരിക്കും അല്ലേ? എത്തുമോ? അവിടെ ചെല്ലുമ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരെ കാണാൻ പറ്റില്ല, പരിചയമുള്ള ആളെ കാണണം. ആരാണ്? ഈശോയെ കാണണമല്ലോ. അപ്പം കാണണമെങ്കിൽ ഇവിടുന്ന് പരിചയപ്പെടണം. അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് അകത്തോട്ട് കയറ്റി വിടണമെങ്കിലേ പരിചയം വേണം. നമ്മുടെ ആളാന്ന് പറഞ്ഞിട്ട് പത്രോസ്ലീഹ കയറ്റി വിടണമെങ്കിൽ, അല്ലെങ്കിൽ താക്കോൽ വെച്ചൊരു കൊട്ടു വരത്തേ ഉള്ളൂ. ഈശോയുടെ അടുത്തേക്ക് വിടണമെങ്കിൽ നമുക്ക് ഈശോയെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ബാക്കിയെല്ലാം നഷ്ടമായി കരുതുന്നു വെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ നേടിയെടുത്തതിനെല്ലാം ഉപേക്ഷിക്കുന്നു എന്നൊരർത്ഥമുണ്ട്. ഒപ്പം തന്നെ ബാക്കിയെല്ലാം ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് പ്രധാനം എന്താണ്? എൻ്റെ ജീവിതത്തിന് പ്രധാനം ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം, അവനെ അറിയുക, അവനോട് ഒന്നായിത്തീരുക, അവനെപ്പോലെ ആയിത്തീരുക. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഉള്ളിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈശോ എന്നെ സ്നേഹിക്കാൻ മാത്രം എന്നതുണ്ട് എൻ്റെ ഉള്ളിൽ. അഭിമാനിക്കാൻ ഓർക്കാനുള്ളത് ഒറ്റ ഒന്നേ ഉള്ളൂ, പാപിയാണ് അല്ലേ? പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ അഭിമാനിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ അഭിമാനിക്കുക, നിങ്ങളുടെ കുറവുകളെ ഓർത്ത് അഭിമാനിക്കുക. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമാണ്. നമുക്ക് അഭിമാനിക്കാൻ എന്തുണ്ട്? നമ്മുടെ ഇവിടെ റെസിഡൻഷ്യൽ റിട്രീറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ആൽബിച്ചേട്ടൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പാടാറുള്ള ഒരു ഈരടിയാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പെന്തക്കോസ്ത് സഹോദരങ്ങൾ എഴുതിയൊരു പാട്ടാണെന്ന് എൻ്റെ ഓർമ്മ. എന്നെ അൻപോട് സ്നേഹിക്കാൻ എന്താണ് എന്നിൽ കണ്ടത്? എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? അടുത്ത വാക്യം, അടുത്ത ലൈൻ ഇങ്ങനെയാണ്: ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടാൻ യോഗ്യത നീ എന്നിൽ കണ്ടോ? ഇത്രമേൽ പരിഗണിച്ചിടാൻ എന്ത് കണ്ടു നീ എന്നിൽ? എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ച് വീണ്ടും സ്നേഹിക്കാൻ നീ എന്നിൽ എന്ത് മേന്മ കണ്ടു, എന്ത് യോഗ്യത കണ്ടു? പറഞ്ഞേ ഹല്ലേലൂയ. ഈ വരികൾ നമ്മുടെ ഉള്ളിൽ ചില സമയത്ത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഈശോയുടെ സ്നേഹം അറിഞ്ഞ ഒരാൾ പിന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതേ ഉള്ളൂ. അറിയുന്നതിന് മുമ്പ് നമുക്ക് 100 ചോദ്യങ്ങളാണ്. ഈശോയെ അതെന്തിനനുവദിച്ചു, ഇതെന്തിനനുവദിച്ചു, എന്തിനീ പ്രശ്നം വന്നു, 100 ചോദ്യങ്ങൾ. ഈശോയുടെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞ ഒരു ആത്മീയ മനുഷ്യന് പിന്നെ ഒരൊറ്റ ചോദ്യമുള്ളൂ, എന്നാ കണ്ടിട്ടാ? പത്രോസ്ലീഹ ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ കടന്ന് അധ്വാനിച്ചിട്ട് വള്ളത്തിൽ ഒന്നുമില്ല. ഈശോ പറഞ്ഞ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. വല കീറുവോളം, വള്ളം നിറയുവോളം മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസ് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്നിട്ട് പറഞ്ഞോളൂ, ഞാനൊരു പാപിയാണ്, എൻ്റെ അടുത്തുനിന്ന് പൊക്കോ. യോഗ്യതയില്ല ഈ സ്നേഹം കിട്ടാൻ, ഈ അനുഗ്രഹം കിട്ടാൻ, എന്നെ ഇത്രയും പരിഗണിക്കാൻ ഈശോയെ നീ എന്നിൽ എന്ത് യോഗ്യത കണ്ടു? പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെല്ലാം ഉള്ളിൽ ചോദിക്കേണ്ടതാണ്. എത്രയോ തവണ ഈശോയെ തള്ളിപ്പറഞ്ഞ ജീവിതമാണ് നമ്മുടേത്. എത്ര തവണ തള്ളിപ്പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം പിന്നീട് സമയം കിട്ടുമ്പോൾ വായിക്കണം. ഈ പൗലോസ്ലീഹ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നോട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് അവിടെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഈശോ ഇങ്ങനെ പൗലോസ്ലീഹയോട് പറയുന്നു, നീ ഇരുമ്പാണി മേലാണ് തൊഴിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം പൗലോസ്ലീഹ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, എനിക്കൊരു ദർശനം കിട്ടി, ഈശോ എന്നോട് നേരിട്ട് സംസാരിച്ചു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 26-ാമത്തെ വാക്യം നല്ലപോലെ ധ്യാനിച്ച് വായിക്കണം. അപ്പോസ്തല പ്രവർത്തനം എൻ്റെ ഇടയ്ക്ക് വെച്ചൊരു 15, 16, 17 വാക്യങ്ങളൊക്കെ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്. രാജാവേ, എനിക്ക് കിട്ടിയ ആ ദർശനത്തോട് ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. കിട്ടുന്നുണ്ടോ? ഒരിക്കൽ ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞ് നടന്നു, ഈശോയെ വിശ്വസിക്കുന്നവരെ കളിയാക്കി, അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു പൗലോസ്ലീഹ. ഒരിക്കൽ ആ സ്പാർക്ക് അറിഞ്ഞു, ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തുകൊണ്ടിരുന്നു. 3 ദിവസം കണ്ണടഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈശോയിൽ, പരിശുദ്ധാത്മാവിൽ, പിതാവിൽ ഒന്നായി തീരാൻ, സ്നേഹത്തിൽ അടുക്കാൻ വേണ്ടി പൗലോസിലേക്ക് ഒരു പ്രചോദനം കിട്ടി.
ഈശോയുടെ അടുത്തിരുന്നു, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു, പിതാവ് കരുണയോടെ നോക്കി, പൗലോസ്ലീഹായെ ഒരു അപ്പസ്തോലനാക്കി മാറ്റി. ബോധ്യത്തോടെ, കോൺഫിഡൻസോടെ, വലിയൊരു ആത്മവിശ്വാസത്തോടെ പൗലോസ്ലീഹ പറയാണ്, അന്ന് എനിക്ക് കിട്ടിയ ആ ദർശനത്തോട് രാജാവേ, ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ചങ്ക് പൊടിയേണ്ടതും നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ ചങ്ക് പൊട്ടി നിലവിളിച്ച് പറയേണ്ടതുമായ പാപം ഇതാണ്: നീ എത്രയോ തവണ ഈശോയെ അറിഞ്ഞു, എത്രയോ തവണ ഈശോയെക്കുറിച്ച് കേട്ടു, എത്രയോ തവണ അവിടുത്തെ സ്നേഹം അറിഞ്ഞു, കരുണ അറിഞ്ഞു, എന്നിട്ട് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ, ഒരിക്കൽ എന്നെ സ്നേഹിച്ച, ഒരിക്കൽ എന്നെ കരുതിയ, ഒരിക്കൽ കരം നീട്ടി എന്നെ പൊക്കിയെടുത്ത ആ ഈശോയോട് ഞാൻ ഇതുവരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ചങ്കിൻ്റെ ഉള്ളിൽ ആഴത്തിൽ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതും നിങ്ങൾ ഉത്തരം പറയേണ്ടതുമായ ചോദ്യം ഇതാണ്: അനുസരണക്കേട് കാണിച്ചില്ലേ? പാപം ചെയ്തില്ലേ? തള്ളിപ്പറഞ്ഞില്ലേ? മാറ്റി നിർത്തിയില്ലേ? ഈശോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? സംശയിച്ചില്ലേ? വിശുദ്ധ ഗ്രന്ഥം വായിക്കാതിരുന്നില്ലേ? കൂദാശകൾ ഉഴപ്പിയിട്ടില്ലേ? വിശുദ്ധ കുർബാനകൾ മുടക്കിയിട്ടില്ലേ? ഒരിക്കൽ അറിഞ്ഞ സ്നേഹത്തെ എത്ര തവണ നീ അനുസരണക്കേട് കാണിച്ചു? ഈശോയോട് ചോദിക്കാൻ 1000 ചോദ്യങ്ങൾ, അവർ ചോദിക്കാൻ 2 ചോദ്യങ്ങൾ: നിനക്ക് ഞാൻ ആരാണ്? 2, ഒരിക്കൽ അറിഞ്ഞ എന്നെ, ഒരിക്കൽ നീ എനിക്കെല്ലാമാണെന്ന് പറഞ്ഞ ഈശോയോട് അനുസരണക്കേട് കാണിക്കാതെ നീ നിൽക്കുന്നുണ്ടോ? 2 ചോദ്യങ്ങൾ. ഉത്തരം പറഞ്ഞാൽ സ്വർഗത്തിൽ, ഉത്തരം പറഞ്ഞാൽ സ്വർഗത്തിൽ, ഉത്തരം നന്നായിട്ട് പറഞ്ഞാൽ സ്വർഗത്തിൽ. എനിക്ക് കിട്ടിയ ദർശനത്തോട് ഞാൻ ഇതുവരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ഇപ്പോൾ ഈ രോഗത്തിലും ഇപ്പോൾ ഈ സങ്കടത്തിലും നിങ്ങൾ ഈശോയെ ചോദ്യം ചെയ്യുമായിരിക്കും, നിങ്ങൾ ഈശോയോട് വഴക്കുണ്ടാക്കുമായിരിക്കും. തിരിച്ച് ഈശോ വഴക്കുണ്ടാക്കി, സ്നേഹത്തോടെ വഴക്കുണ്ടാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: ഒരിക്കൽ നിന്നെ ഈ രോഗത്തിൽ നിന്ന് കയറ്റിയതല്ലേ, ഒരിക്കൽ ഈ പാപത്തിൽ നിന്നെ പിടിച്ചെടുത്തതല്ലേ, ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നെ പൊക്കിയെടുത്തതല്ലേ, എന്നിട്ട് നീ എന്തിനോട് അനുസരണക്കേട് കാണിച്ചു? കർത്താവ് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? അച്ഛൻ പറയുന്നതിൻ്റെ ധ്വനി മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ 1000 ചോദ്യങ്ങൾ ഈശോയോട് ചോദിക്കുന്നത്, ഈശോയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ആത്മീയത, ഇങ്ങനെയുള്ള സ്പിരിച്വാലിറ്റിയിലാണ് ഇനി നമ്മൾ വളരേണ്ടത്. ഇത് ദഹിക്കുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദഹിച്ചില്ലെങ്കിൽ വെള്ളം ഒഴിക്കുക, ജലം പരിശുദ്ധാത്മാവിനെ ഒഴിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. വലതുവർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒരു കുറവോടെ, ഒരല്പം ജാള്യതയോടെ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതാണ്: ഈശോ, എന്ത് യോഗ്യത നീ എന്നിൽ കണ്ടു? തള്ളി പറഞ്ഞു എന്നുള്ള സത്യമാണ്, ഇട്ടേച്ചു പോയി, എന്നിട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ലേ? എനിക്ക് നല്ല ഉറപ്പാണ്, എന്നെ നേരെ നിർത്തുന്നത് ഒരൊറ്റ ഈ ഒരു ബോധമാണ്. കാരണം വീണ് പോകുന്ന 1000 സാഹചര്യങ്ങൾ, വീണ് പോയ 100 സാഹചര്യങ്ങൾ, അച്ചോ നേരെ നിൽക്കുന്ന ഒറ്റ കാര്യത്തിൽ: ഈ പാപിയെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ ചോദിക്കേണ്ടതാണ്: എന്നെ കണ്ടിട്ടാണ് കർത്താവ്, എന്നെ കണ്ടിട്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതാണോ അവൻ കണ്ട യോഗ്യത? ആണോ? ഈ വചനം പഠിപ്പിച്ചു കൊടുക്കുന്നതാണോ അവൻ കണ്ട യോഗ്യത? അങ്ങനെ നോക്കിയാൽ ഒരു യോഗ്യതയും എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധമുള്ളതുകൊണ്ടാണ്, എന്നിൽ ഒരു യോഗ്യത അവന് കാണാനില്ല. നിങ്ങളിലോ? കുറേയേറെ ആണോ? സന്തോഷം. ഇച്ചിരി എനിക്കും തരണേ. ഒരു യോഗ്യതയില്ല, അവൻ പിന്നെ സ്നേഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരല്പം സീരിയസ് ആയിട്ട് ഈ കാര്യം ചിന്തിക്കണം. നിന്നെ എന്നാ കണ്ടിട്ടാണ് ഈശോ സ്നേഹിക്കുന്നത്? ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൽ ചില യോഗ്യതകളുണ്ടല്ലോ. നമ്മൾ ചില ആളുകളെ കൂടുതൽ സ്നേഹിക്കാറുണ്ട്, ചില ആളുകളെ കൂടുതൽ ബഹുമാനിക്കാറുണ്ട്. ശരിയാണോ? ചിലരോട് ഒരു പ്രത്യേക മമത, പ്രത്യേക ഒരു കമ്പം നമുക്ക് തോന്നാറുണ്ട്. ചിലരെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. അപ്പം അത്രയും സൗന്ദര്യം ഇല്ലാത്ത ഒരാൾ, അത്രയും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരാൾ, അത്ര ബുദ്ധിശക്തി ഇല്ലാത്ത ഒരാൾ, ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ഒരാളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള ഒരു സാധനമാണ്. നിറത്തിൻ്റെ പേരിൽ, സാമ്പത്തിക സ്ഥിതിയുടെ പേരിൽ, ചെയ്തു പോയതോ ഒരു പഴയ തെറ്റിൻ്റെ പേരിലൊക്കെ നമുക്ക് വിധി കൽപ്പിച്ച് വിരൽ ചൂണ്ടി 1000 ആളുകൾ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. ആൻഡ് ഏറ്റവും വേദനയിൽ നമ്മുടെ വീടിനകത്ത് സംഭവിക്കാറുണ്ട്. നിനക്ക് ബുദ്ധിയില്ല, നീ പറയണ്ട, നീ മിണ്ടണ്ട, നിനക്ക് അഭിപ്രായം ഇല്ല, നീ അവിടുന്ന് വന്നല്ലേ, നീ ഇവിടുന്ന് വന്നതല്ലേ, നിനക്ക് എന്നാ ഉണ്ട്? ഇത് പറഞ്ഞ് ഇത്രയധികം മനുഷ്യരെ താഴ്ത്തി കെട്ടുന്ന ഒരു ജനവിഭാഗം ഈ ലോകത്തിലില്ല. മനുഷ്യരെ അവരുടെ നിറത്തിൻ്റെ പേരിൽ, മുടി കൊഴിഞ്ഞതിൻ്റെ പേരിൽ, മൂക്കിച്ചിരി വളഞ്ഞതിൻ്റെ പേരിൽ, അവരുടെ സൗന്ദര്യക്കുറവിൻ്റെ പേരിൽ, അവരനുഭവിച്ച അവരുടെ കഴിഞ്ഞൊരു കെട്ട കാലത്തിൻ്റെ പേരിൽ, അവരെന്നോ ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ, അവരുടെ കുടുംബത്തിൽ ആരോ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ ഇത്രയധികം ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ, ഒരു കുഞ്ഞിനെ, ഒരു യുവാവിനെ, യുവതിയൊക്കെ മാറ്റി നിർത്തുന്ന മറ്റൊരു ജനഭാഗം നമ്മൾ ഈ ലോകത്തിലില്ല.
നമ്മൾ കമ്പയർ ചെയ്ത് നീ നന്നാവില്ല, നീ കൊള്ളില്ല, ഈ വീട്ടിൽ ജീവിക്കാൻ യോഗ്യതയില്ല, ഈ സമൂഹത്തിന് ശാപമാണ്, നിന്നെക്കൊണ്ട് എന്ത് ഉപകാരം. നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരിക്കും, കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. മോന്ത കണ്ടാലറിയാം, പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ടില്ലേ? മക്കളിൽ രണ്ടെണ്ണത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ലേ? അറിഞ്ഞില്ല എന്നാ വേദനയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. കൂടെ പഠിക്കുന്നവരോട് നമ്മൾ കാണിച്ചിട്ടില്ലേ പക്ഷാപാതം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാട്ട് ഈസ് വർത്ത്? മനുഷ്യർ നിങ്ങളെ പരിഗണിക്കാനും മനുഷ്യർ നിങ്ങളെ സ്നേഹിക്കാനും മനുഷ്യർ നിങ്ങളെ ചേർത്ത് പിടിക്കാനും അവരൊരുപാട് യോഗ്യതകൾ കാണുന്നുണ്ട്. നിൻ്റെ കഴിവായിരിക്കാം, നിന്നെ കൊണ്ടുള്ള ഉപകാരമായിരിക്കാം, അവർ മാറ്റുകയും ചെയ്യും. ഈ ചാറ് വറ്റുമ്പോൾ നമ്മുടെ ബംഗാളി പിള്ളേർ കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് കണ്ടില്ലേ? നന്നായിട്ട് അരയ്ക്കും. അരച്ചരച്ച് അവസാനം തീരാറാവുമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നുകൂടെ മടക്കും, അതിനകത്തൊരു ഇഞ്ചി വെക്കും, ഒരു നാരങ്ങാ കഷ്ണം വെക്കും. അവസാനത്തത് ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ അവൻ ചെയ്യുന്നൊരു പണിയുണ്ട്. എന്ത്? മാനുഷിക സ്നേഹം എപ്പോഴും അങ്ങനെയാണ്. പല സ്നേഹങ്ങളും അങ്ങനെയാണ്. ചാറ് വറ്റിക്കും, ഊറ്റിയെടുക്കും, തൂരക്കളയും, നമ്മുടെ ചങ്ക് പൊടിഞ്ഞു പോകും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട ഈ മാനുഷിക പരിഗണനയോ മാനുഷിക സ്നേഹത്തെക്കുറിച്ചോ അല്ല. എന്നെ ഇത്രയധികം സ്നേഹിക്കാൻ ഈ ഈശോ എന്നിൽ എന്ത് കണ്ടു? ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെക്കുറിച്ചും നിങ്ങളുടെ വീട്ടിലുള്ളവരെക്കുറിച്ചും നിങ്ങൾക്കിനി ബഹുമാനത്തോടെ അല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അമ്മായിയപ്പനെ, അമ്മായിയമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അയൽപക്കക്കാരെ, മനുഷ്യരെ എല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്കാരം വളർന്നു വന്നിരിക്കുകയാണ്. അവൻ കൊള്ളത്തില്ല, ഇവൻ കൊള്ളത്തില്ല, അവനിങ്ങനെയാണ്, അവളിങ്ങനെയാണ്. ഈ കുറ്റം പറച്ചിലൊക്കെ നിൽക്കും. കാരണം കർത്താവ് അവന് കൊടുത്ത ആ യോഗ്യത എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഒന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ യോഗ്യത എന്താണെന്ന് കാണുക, തൊട്ടടുത്ത് നിൽക്കുന്നവനെ കർത്താവ് കാണുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഒന്നാമത്തെ ഒരു കാര്യം, നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. ഈശോ എന്നിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും, ഒരുപക്ഷെ ഞാൻ മാറ്റി നിർത്തിയവരിലും, ഞാൻ വേദനിപ്പിച്ചവരിലും ഈശോ കണ്ട ഒരു യോഗ്യത. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം അറിയാവുന്നൊരു വാക്യമാണ്. ഉൽപ്പത്തി 1:26 എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൻ്റെ തുടക്ക ഭാഗം ഒന്ന് ഉറക്കെ വായിക്കാമോ? 1:26 വായിച്ചേ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒത്തിരി തവണ കേട്ടിട്ടുള്ളതാണ്, അറിയാലോ. ദൈവം നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചു? അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും. എന്താണ് ആ ചായ ആൻഡ് കാപ്പി? എന്താണത്? സ്നേഹം. പിന്നെ ഭയങ്കര സ്നേഹമാണല്ലോ നിങ്ങൾക്ക്. ദൈവത്തെ പോലെ സൃഷ്ടിച്ചു, അങ്ങനെയാണോ? അല്ല, ദൈവത്തെ പോലെ സൃഷ്ടിച്ചില്ല. ആകാനുള്ള ദൈവികമായ ചില ചൈതന്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്, മഹത്വം നമുക്ക് തന്നിട്ടുണ്ട്, പരിശുദ്ധരാവാനുള്ള സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഈ ചായയെ സാദൃശ്യം എന്ന് പറയുമ്പോൾ നല്ല നല്ല കാര്യത്തിൽ അത് മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ, എന്നെ ഒരു മനുഷ്യനെ ആരുടെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. അപ്പം നമ്മൾ നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ റെസ്പെക്റ്റും മഹത്വവും ഇതാണ്, ഈശോ കൊടുത്ത മഹത്വം. അതെന്താണ്? എൻ്റെ ജീവിത പങ്കാളി ആരുടെ സാദൃശ്യമാണ്? കിട്ടുന്നുണ്ടോ? പല്ല് കൊഴിഞ്ഞു, മുടി പോയി, വഴക്കാളിയാണ്, പക്ഷെ ആരുടെ സാദൃശ്യമാണ്? എന്നുവെച്ചാൽ ഈശോയുടെ ഷെയ്പ്പ് എന്നല്ല, ഈ ദൈവികമായ ചില കാര്യങ്ങളോട് കൂടി, അതായത് ദൈവത്തിന് മാത്രമുള്ള ചില കാര്യങ്ങളോട് കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1-ാമത്തെ 26-ാമത്തെ വാക്യം നമ്മൾ പറഞ്ഞെങ്ങനെയാണ്? അവിടുന്ന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 8 ഒന്നെടുക്കാമോ? സങ്കീർത്തനം 8 ഈ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സങ്കീർത്തന ഭാഗമാണ്, 8-ാമത്തെ സങ്കീർത്തനം. അതായത് ദൈവത്തിൻ്റെ ഈ ഛായ സാദൃശ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും, അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും, നമ്മളോട് തന്നെ ഒരു നമ്മളോട് തന്നെ ഒരു ആദരവും സ്നേഹവും ഒക്കെ. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ പറയാറില്ലേ, എന്നെ ഒന്നും കൊള്ളത്തില്ലേ എന്നൊക്കെ പറയല്ലേ, എന്നെ ഒന്നും കൊള്ളത്തില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. 10 കൽപ്പനകളൊക്കെ അറിയാലോ അല്ലേ? 10 കൽപ്പനകളൊക്കെ അറിയാം. 1-ാമത്തെ കൽപ്പന എന്താണ്? എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, ഇത്രയും പവർഫുള്ളായൊരു ദൈവം വേറെ ഇല്ലെന്നല്ലേ, ഈ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? ആ ദൈവമാണ്. കിട്ടുന്നുണ്ടോ? ആ ഏകദൈവം. ഇത് നല്ല നല്ല ബോധത്തോടെ ഇത് മനസ്സിലാക്കണം.
എന്നെ കൊള്ളത്തില്ല, ഞാൻ നല്ലതല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം കൂടിയാണ്. എൻ്റെ ദൈവമേ, പറയരുത്, പറഞ്ഞേക്കല്ലേ. കാരണം അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ കൊള്ളത്തില്ല, ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ എന്നാ പറയുന്നത്? ഈ ആക്കിയ ആള് കൊള്ളത്തില്ല, അത് ദൈവം അല്ല എന്നാണ്. ഇത് പിടിയിട്ടുണ്ടോ? ടോൺസേ കൊള്ളത്തില്ലെന്ന് അറിയായിരിക്കും, പറഞ്ഞേക്കല്ലേ. അടുത്ത ആളെക്കുറിച്ചും പറയരുത്, കൊള്ളത്തില്ലെന്ന് പറയരുത്, അതാ ദൈവത്തിനെതിരെയുള്ള വാക്കാണ്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. 8-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്? നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യമാണ്. അടുത്ത വാക്യം വായിച്ചേ. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? എന്നുവെച്ചാൽ കർത്താവെ, നീ എന്നെ സ്നേഹിക്കാൻ, നീ എന്നെ പരിഗണിക്കാൻ നീ എന്നിൽ എന്ത് യോഗ്യത കണ്ടു? പറഞ്ഞേ ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കുക. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവൻ ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കി. എന്നുവെച്ചാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അപ്രൂവൽ, കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിഫിക്കേഷൻ, ഈശോ നമ്മളെ ഈശോയുടെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നാണ്. അതിൻ്റെ ഒരർത്ഥം സർവത്തിൻ്റെ മേൽ അധികാരം ആർക്കാണ്? ആർക്കാണ്? ഈശോയ്ക്കാണ്. മഹത്വം ആർക്കാണ്? മഹത്വം ആർക്കാണ്? ഈശോയ്ക്കാണ്. ആ വാക്യൊന്ന് വായിച്ചേ. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. മഹത്വം ആർക്കുള്ളതെന്ന് പറഞ്ഞേ? ദൈവത്തിന്. നിനക്ക് എന്നാ തന്നേക്കുന്നേ? മഹത്വം. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. സർവത്തിൻ്റെ മേൽ അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. 6-ാമത്തെ വാക്യം വായിക്ക്. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി. കിട്ടുന്നുണ്ടോ? സർവാധിപതിയായ ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണ് സർവത്തിൻ്റെ മേൽ ആധിപത്യം. അടുത്ത വാക്യം, എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. അത് ശരിക്കും ആരാണ്? ഈശോ. സർവവും അവൻ്റെ പാദത്തിൻ്റെ കീഴിൽ. അതേ ക്വാളിറ്റി തന്നിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സ്വന്തം വിലയൊന്ന് മനസ്സിലാക്കി എടുക്കാനാണ് ഞാൻ ഈ പറയുന്നത്. സ്വന്തം വില, അതായത് നാട്ടുകാർ വില തരുന്നില്ല, വീട്ടുകാർ വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കാറുണ്ടല്ലോ. അവർ നമ്മളെ താരതമ്യം ചെയ്യുന്നു, അവർ നമ്മളെ കൊള്ളത്തില്ലെന്ന് പറയുന്നു. നിനക്ക് നിന്നെക്കുറിച്ചുള്ള ബോധം എന്താണ്? അച്ഛനെ പിടിയിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ വില കൊടുത്തില്ലെങ്കിൽ ഒരു കുറുക്കം കുഞ്ഞും വില തരാൻ പോകുന്നില്ല. നിങ്ങളോടിപ്പം അച്ഛൻ പറയാണ്, നിങ്ങൾ ചേട്ടനാണ് ഇവിടുത്തെ ഇപ്പം ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സുന്ദരൻ ചേട്ടനാണ്. ഓ അച്ഛ, എന്നെ കണ്ട പട്ടി പോലും വെള്ളം കുടിക്കണം. ചേച്ചിയാണ് ഇവിടുത്തെ ഏറ്റവും മിടുക്കി. എന്നാലും നോക്കി അച്ഛാ, അവളുടെ അത്രയും മുടി എനിക്കില്ലല്ലോ. മുടിയില്ല, കാണാൻ കൊള്ളത്തില്ല. ഇനിയിപ്പം ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചാലും നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധം വേണം. എന്ത്? അവൻ എന്നെ സൃഷ്ടിച്ചത് അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്ന് വെച്ചാൽ അവൻ ഉണ്ടായിരുന്നത്, അവൻ അവകാശമായ മഹത്വം, ബഹുമാനം, ആധിപത്യം എനിക്ക് തന്നിട്ടുണ്ടാ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ മനുഷ്യർ നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളെ കൊണ്ട് 5 പൈസയുടെ ഗുണമില്ല, നിങ്ങൾ ശാപമാണ്, നിങ്ങൾ വേറെ വേസ്റ്റാണ് നിനക്ക്. പക്ഷേ എൻ്റെ രാജാവിന് എന്നെ വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം എടുക്കാവോ? വളരെ ബ്യൂട്ടിഫുള്ളായൊരു ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വചനഭാഗമാണ്. പ്രഭാഷകന്റെ പുസ്തകം 17, സങ്കീർത്തനത്തിൽ നിന്ന് മുമ്പോട്ട് മറിച്ചാൽ മതി. പ്രഭാഷകൻ 17 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ കിട്ടിയോ? പ്രഭാഷകൻ 17 സങ്കീർത്തനത്തിൽ നിന്ന് മുമ്പോട്ട് മറിക്കുക. 17-ാമത്തെ അധ്യായം പ്രഭാഷകൻ 1-ാമത്തെ വാക്യം, കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. അവർക്ക് വായിച്ചേ. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി, എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. നമ്മുടെ വില തിരിച്ചറിയുക. 3-ാം വാക്യം, അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് പിടികിട്ടുന്നുണ്ടോ? അവിടുന്ന് മനുഷ്യനെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഈശോയ്ക്ക് അവകാശമായിരുന്നൊരു കാര്യം. ഈശോയുടെ ആധിപത്യം, ഈശോയുടെ മഹത്വം, ഈശോയുടെ ശക്തി ആർക്ക് കൊടുത്തിരിക്കുന്നു? നമുക്ക്. നിവർന്നിരുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി അഹങ്കാരം വരണം നിങ്ങൾക്ക്. അല്ല, ആത്മവിശ്വാസം വരണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും
തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും വായിച്ചോ, അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. നിന്റെ വില മനസ്സിലാവണുണ്ടോ? ഇങ്ങനെയാ സൃഷ്ടിച്ചെന്ന്. കണ്ണും മൂക്കും വായും ചെവിയും അത് പല ഷേപ്പിലായിരിക്കും അല്ലേ? എൻ്റെ മൂക്ക് പോലെയാണോ നിങ്ങളുടെ മൂക്ക്? അല്ല. എൻ്റെ കണ്ണ് പോലെയാണോ നിങ്ങളുടെ കണ്ണ്? എൻ്റെ സ്വഭാവം പോലെയാണോ നിങ്ങളുടെ സ്വഭാവം? അല്ല. നിങ്ങളുടേത് വളരെ മോശം സ്വഭാവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ ഫിസിക്കൽ അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടാവും. കണ്ണ് മൂക്ക് ചെവി വായി എല്ലാം വ്യത്യാസം ഉണ്ടാവും. ശ്രദ്ധിച്ചത് കേട്ടെ. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നല്ല ശ്രദ്ധയോടെ ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. എല്ലാം ഈശോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ണ് മൂക്ക് ചിന്തിക്കാനുള്ളതെല്ലാം. ഒറ്റ കാര്യം മാത്രം ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എന്ത്? നന്മയും തിന്മയും. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. ആരാണ്? കർത്താവാണ്. എനിക്കിത് നല്ലതാന്ന് തോന്നി, ഞാൻ ചെയ്തു. പക്ഷെ കർത്താവ് പറയാണ് അത് തെറ്റാണ്. അവിടെ ഉണ്ടായിരുന്ന വൃക്ഷത്തിൻ്റെ ഒന്നിൻ്റെ പ്രത്യേകത എന്താണ്? ഏദൻ തോട്ടത്തിലെ നന്മ തിന്മ വേർതിരിച്ചറിയാനുള്ള വൃക്ഷം. അതേ തുടരുന്ന പറഞ്ഞേക്കുന്നത് അല്ലേ? നിങ്ങളുടെ ബൈബിളിലെ പഴം ഏതാണ്? മരം ഏതാണ്? ബാക്കിയെല്ലാം കഴിച്ചു. ഇത് നീ തൊടല്. ബാക്കിയെല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു തരാം. നന്മ ഏത് തിന്മ ഏത്? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളല്ല അത് തീരുമാനിക്കുന്നതെന്ന്. നമുക്ക് നല്ലതായിട്ട് തോന്നുകയാണ്. ഈ ദുശീലം നല്ലതായിട്ട് തോന്നുന്നുണ്ടാവും. ഇതെല്ലാവരും ചെയ്യുന്നില്ലേ, ഇതൊക്കെയാന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ കർത്താവ് പറയാണ് തിന്മ. ഇതാര് തീരുമാനിക്കുന്നു? കർത്താവ് തീരുമാനിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 17 വാക്യം ഒന്ന് വായിച്ചേ. അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വായിക്കുക. 17:17 വായിച്ചേ. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിനെ നയിക്കാൻ ഒരു ലീഡർ, ഈ ഗ്രൂപ്പിനെ നയിക്കാൻ ഒരു ലീഡർ. കേട്ടുന്നുണ്ടോ? ആ രാജ്യത്തിനൊരു ഭരണാധികാരി, ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണാധികാരി. പക്ഷെ അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ഇസ്രായേലിനെ അവകാശമായി തിരഞ്ഞെടുത്തു. കിട്ടുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ പേര് ചേർത്ത് വായിക്കണം. ആ വീട്ടുകാരെ, ഈ വീട്ടുകാരെ, ആ രാജ്യക്കാരെ, ഈ രാജ്യക്കാരെ ഒക്കെ നയിക്കാൻ ഈശോ പലരെയും കൊടുത്തു കാണും. പക്ഷെ എന്നെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം. അങ്ങനെ ഈശോയുടെ സ്വന്തമാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? ഈശോ നോക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തിയെന്ന് ശക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളെ സങ്കടങ്ങളെ എല്ലാം കൊടുത്തുകൊണ്ട് ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ ഇങ്ങനെ ചായയിൽ സാദൃശ്യത്തിൽ അച്ഛനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇച്ചിരി കട്ടിയായി തോന്നുന്നുണ്ടോ? ഇല്ല, സാരമില്ല. ഇവിടെ എന്തിനു വേണ്ടി വരിക? ഈശോയ്ക്ക് വേണ്ടി വരിക. ചില സമയത്ത് ഇങ്ങനെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഈശോ തരും. കടിച്ച് മുറിച്ച് സാപ്പിടുക. നമ്മൾ ഈ കുഞ്ഞു ആ വചനം 1000 തവണ, ഈ വചനം 1000 തവണ. പ്ലീസ് ഡോണ്ട് കം ഹിയർ. ഇവിടെ വരല്ലേ. ഇവിടെ വന്ന് എന്നെയും എൻ്റെ ഈശോയും അപമാനിക്കരുത്. അതിനുവേണ്ടി ഇങ്ങോട്ട് വരരുത്. ഈശോയെ അറിയുക, വചനം പഠിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സോ മനുഷ്യനെ തൻ്റെ ചായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഈശോയ്ക്കുണ്ടായിരുന്ന ആ ശക്തി, ആധിപത്യം, മഹത്വം ആർക്ക് തന്നു? നമുക്ക് തന്നു. ഒറ്റ കാര്യം മാത്രം ഈശോ തീരുമാനിക്കും. എന്ത്? നന്മ തിന്മ. അത് നീ അല്ല തീരുമാനിക്കുന്നത്. ആരാണ്? ഈശോ. അതിനുള്ള അധികാരം ആർക്കാണ്? ഈശോയ്ക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയൊരു അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വാക്കായിട്ട് അത് എടുക്കുകയാണ്. ബാക്കി എല്ലാത്തിനും നയിക്കാൻ അവൻ കൊടുത്തു. ഭരണാധികാരികളെ നിയമിച്ചു. എന്നെ സ്വന്തം അവകാശമായി കണക്കാക്കി. ഞാൻ ഈശോയുടേതാണ്. ഈ സക്രിയ പ്രവചനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ 3:12 എൻ്റെ ഓർമ്മ. സക്രിയ 3:12 അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിന്നെ തൊടുന്നവൻ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. നിന്നെ തൊടുന്നവൻ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. പിടിയിട്ടുന്നുണ്ടോ? എന്നുവെച്ചാൽ ഈശോയുടെ അത്രയും സ്വന്തമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് നീ. ഇപ്പം നമുക്കെതിരെ ആളുകൾ സംസാരിക്കുന്നു, നമ്മളെ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നു. അതാരെ നോക്കിക്കോളും? കാരണം നിന്നെ തൊടുന്നവൻ ആരെയാണ് തൊടുന്നത്? കർത്താവിൻ്റെ കൃഷ്ണമണി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. സോ അതിൻ്റെ 1-ാമത്തെ ഭാഗം ഇങ്ങനെയാണ്.
അവിടുന്ന് തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ഇത് ക്ലിയറാണോ? ക്ലിയറാണോ? അയ്യോ, എന്തെങ്കിലും പറ. ക്ലിയറാണ്. മനസ്സിലായില്ല? ഇല്ല ഇല്ല പിന്നെയും കേട്ടാൽ മതി, പിന്നെയും വായിച്ചാൽ കേട്ടോ. ഇത് മനസ്സിലാക്കിയെടുക്കുക. ഛായയും സാദൃശ്യവും ഈശോയ്ക്ക് അവകാശമായതെല്ലാം നമുക്ക് തന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നായിട്ട് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് ആദിയും അന്തവും. ഹീസ് ഇറ്റേണൽ. അവസാനമില്ല, തുടക്കമില്ല, അവസാനമില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഈശോ നമുക്ക് തന്നതായിട്ട് പറയാണ്. ആധിപത്യം, അധികാരം, മഹത്വം എല്ലാം തന്നു. നമ്മളും ഇറ്റേണലാണോ അതോ അതായത് അവസാനിക്കാത്തവരാണോ? നല്ലൊരു വാക്യതാണ് അനശ്വരത. അനശ്വരത. നമുക്ക് നിത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിത്യജീവൻ ഉണ്ട്. പിന്നെ അത് ഈശോയ്ക്ക് ഉള്ളതാണല്ലേ. തുടക്കമില്ല, അവസാനമില്ല. ആ നിത്യത നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം എടുക്കുക. പ്രഭാഷകനിൽ നിന്ന് എങ്ങോട്ട് മറിക്കും? പുറകോട്ട് മറിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. വചനം നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം, ഒന്ന്, അവിടുന്ന് തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതെങ്ങനെ സൃഷ്ടിച്ചു, എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, 3 അല്ല കേട്ടോ, 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം കിട്ടിയോ? ജ്ഞാനം 2:23 വായിച്ചേ. നിരപരാധർക്കുള്ള സമ്മാനം വിലവെച്ചില്ല. അടുത്ത വാക്യം, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം ആ ഛായ സാദൃശ്യം ഒന്നെന്താണ്? ഈശോയ്ക്ക് അവകാശമായതെല്ലാം നമുക്ക് തന്നു. രണ്ടാമത്തെ ഇങ്ങനെയാണ്, അനശ്വരതയ്ക്ക് വേണ്ടി തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ. ദൈവം മനുഷ്യനെ ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം സാദൃശ്യത്തിൻ്റെ രണ്ടാമത്തെ ഒരു അർത്ഥം ഇതാണ്, നീ മരിക്കൂല. മരിക്കൂല ഇല്ലേ? കേട്ടിട്ടൊരു സന്തോഷമില്ലല്ലോ. മരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം വന്നോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? മരിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിവിടം കൊണ്ട് തീരില്ല, നിത്യമായ ഒന്ന് ഉണ്ട്. ഇത് തുടരും അവനോടൊപ്പം. അവൻ അനശ്വരനാണ്. അവൻ്റെ അനശ്വരതയുടെ സാധ്യതയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ വേദനയോ മരണമോ അല്ല നമ്മുടെ അവസാനം, പീഡനമോ സഹനമോ അല്ല നമ്മുടെ അവസാനം. വി ആർ കണ്ടിന്യൂയിങ്. അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടോ? നിത്യജീവൻ ഫോക്കസ് കൊടുക്കുന്നുണ്ടോ? അതോ പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റേത് മനുഷ്യരെക്കാളും മോശപ്പെട്ടവരാണ്. നമ്മളങ്ങനെ മോശപ്പെട്ടവരാണോ? ഇല്ല. നമ്മൾ നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, ശരിയല്ലേ? ഇത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു കയറുന്ന ആൾക്കാരുണ്ട്. അതായത് ആൾ കൂടും. എപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ സബ്ജക്റ്റ് സംസാരിച്ചാൽ ആൾ കൂടും. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ആൾ കൂടില്ല. കാരണം ചില ആളുകൾക്ക് ഇത് തീരെ ഇഷ്ടമല്ല, ശരിയല്ലേ? നിത്യജീവനൊക്കെ ഒക്കെ ഒരു സുഖമില്ലാത്ത സാധനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാനത് വിടുകയാണ്. പക്ഷേ നിർബന്ധമായിട്ടും ഒരു വൈദികൻ എന്ന നിലയിൽ ഈശോയുടെ സ്നേഹം അറിയുന്ന ഒരു കാര്യത്തിൽ ഈ വചനം പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ നിർബന്ധപൂർവ്വം അത് പറയും. നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ബ്രേക്ക് ഡൗൺ. ഈശോയുമായിട്ട് ആ ബന്ധത്തിൽ നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് വരികയാണ്. ബ്രേക്കപ്പ് വന്നാൽ യു വിൽ ബ്രേക്ക് ഡൗൺ. നിങ്ങൾ തീരും. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവം തൻ്റെ അനശ്വരതയിൽ നമ്മളെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അഭിസംബോധന, ഒരു പ്രത്യേകത, ദൈവം സ്നേഹമാണ്. ശരിയല്ലേ? ഈ വചനത്തിൻ്റെ അർത്ഥം പിടികൊട്ടിക്കണം. ദൈവം സ്നേഹമാണ്. എത്ര കാലത്തേക്ക്? അനന്തമായ സ്നേഹം, നിൽക്കാത്തൊരു സ്നേഹം എന്ന് വെച്ചാൽ അവസാനം വരെ ആ ബന്ധം ഈശോ തുടരും. നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മുടെ വിശ്വാസം എന്നത് ജീവിക്കുന്ന ദൈവവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ. ആ ബന്ധം തുടരുന്നു, വളരുന്നു, അവസാനം അവനോടൊന്നായി തീരുന്നു. അങ്ങനെയെങ്കിൽ അത് സാധിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് മാത്രമല്ല, അത് തുടരുകയാണ്. നിത്യജീവനിലും ആ ബന്ധം, ആ സ്നേഹം
തുടരുകയാണ്. അപ്പം നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിന് തക്കതായ വിശുദ്ധ ജീവിതം നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, സ്വർഗം നരകം ജീവിതത്തെക്കുറിച്ച്, അത് ശിക്ഷയെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ ഇറ്റേണൽ ലവ്, ഒരിക്കലും അവസാനിക്കാത്ത ആ സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. അങ്ങനെ മുറിഞ്ഞു പോയാൽ ഒറ്റ സാധ്യതയുള്ളൂ, നരകത്തിലേക്ക് വീഴുക. ഒന്നുകിൽ അവൻ്റെ കൂടെ നിന്ന് ആ സ്നേഹം തുടരുക, ഇല്ലെങ്കിൽ അവനെ എതിര് നിൽക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ഈശോയെ പണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, പണ്ട് നല്ല ഭക്തിയായിരുന്നു, ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു. ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഇച്ചിരി കുറയിലൊന്നും നടക്കില്ല. ഒരിക്കൽ നല്ല തീക്ഷ്ണതയിലായിരുന്നു, ഇപ്പം അത്ര തീക്ഷ്ണതയില്ല. നമ്മൾ പറയാറുള്ളതാണേ, ഒരിക്കൽ നല്ല പ്രാർത്ഥനയായിരുന്നു, ഇപ്പം അത്ര ഇല്ല, ഇച്ചിരി കുറഞ്ഞു. അങ്ങനത്തെ ഒരു പരിപാടിയും ക്രിസ്തു മതത്തിലില്ല. നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കുറച്ച് പ്രാർത്ഥന കുറഞ്ഞു പോയി, സ്നേഹം കുറഞ്ഞു പോയി, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒന്നുകിൽ ഈശോയുടെ കൂടെ, ഇല്ലെങ്കിൽ ഇച്ചിരി സ്നേഹം ഈശോയെ, ഇച്ചിരി ഭക്തി ഈശോയെ, ഇത്തിരി ആരാധന, അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല. ഒന്നുകിൽ അവനോടൊപ്പം, ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല, അവന് എതിര്. ഇത് മനസ്സിലാക്കി എടുത്തേക്കണം. നമ്മൾ എപ്പോഴെങ്കിലും ആ സ്നേഹത്തിൽ നിന്ന് കുറഞ്ഞു പോയാൽ, ആ ആരാധനയിൽ നിന്ന് ഈശോയിൽ നകന്നു പോയാൽ, നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഭക്തിയെ താന്നുപോയി, നിങ്ങളുടെ പഴയ തീക്ഷ്ണതയെ താന്നുപോയെന്നല്ല, നിങ്ങൾ അവനെതിരായി മാറി. അവൻ്റെ ശത്രുവായി മാറി. വിഷമായോ? ഈ ആത്മീയത മനസ്സിലാക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, ചില രോഗം വന്നു, വീട്ടിലൊരു പ്രശ്നം വന്നു, ഇപ്പം വലിയ പ്രാർത്ഥനയില്ല, അച്ചോ ഈശോയ്ക്ക് നമ്മുടെ കാര്യം നോക്കണ്ടെങ്കിൽ പിന്നെ നമുക്കത്ര. നീ ആരോടായി കളിക്കുന്നത്? ആരോടാണ് ഈ വാശി വെക്കുന്നത്? ആരോടാണ് ഈ വെല്ലുവിളികൾ നടത്തുന്നത്? ഒന്നുകിൽ അവനോടൊപ്പം, ഇല്ലെങ്കിൽ അവന് എതിര്. ആ അവസ്ഥയാണ് നമുക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 66-ാമത്തെ വാക്യം എടുക്കാമോ? ഒരു കുഞ്ഞ് രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 66-ാമത്തെ വാക്യം. ഈശോ നിത്യജീവനെ കുറിച്ച് ഒക്കെ പറയുന്ന ചില കാര്യങ്ങളാണ്. 6-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ ടൈറ്റിൽ എന്താണ്? അപ്പം വർദ്ധിപ്പിക്കുന്നു. നിത്യജീവന്റെ അപ്പം. 2 വെള്ളത്തിന് മീതെ നടക്കുന്നു എന്ന് വെച്ചാൽ ഈ ഈശോ ചുമ്മാ ഒരാളല്ല, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണെന്ന് കാണിച്ചു തരുന്നു. 3-ാമത്തെ ടൈറ്റിൽ ജീവന്റെ അപ്പം, നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നു. 4-ാമത്തത് നിത്യജീവന്റെ വചസ്സുകളെ കുറിച്ച് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ വലിയൊരു അധ്യായത്തിൽ ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 66-ാമത്തെ വാക്യം വായിച്ചേ. ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. എന്ന് വെച്ചാൽ ഇതാണ് ആത്മീയതയിൽ സംഭവിക്കുന്നത്. ഒന്നുകിൽ അവൻ്റെ കൂടെ നടക്കുക, ഇല്ലെങ്കിൽ ഒരിക്കലും കൂടെ നടക്കാതിരിക്കുക. കുറച്ച് നടക്കുന്നു, കുറച്ച് ആത്മീയത, കുറച്ച് പ്രാർത്ഥന, കുറച്ച് ഭക്തി. നോ, അങ്ങനെ ഒരു പോസിബിലിറ്റി ക്രിസ്ത്യാനിക്ക് ഇല്ല. അങ്ങനെയൊന്നില്ല. ഒന്നുകിൽ അവൻ്റെ ഒപ്പം, ഇല്ലെങ്കിൽ അവനെതിര്. അതിനുശേഷം അവൻ്റെ കൂടെ അവർ നടന്നില്ല, പിന്നീട് ഒരിക്കലും നടന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവരാരായി മാറി? ക്രിസ്തുവിന് എതിരായി മാറി, ശത്രുവായിട്ട് മാറി. വചനഭാഗം ഓർത്തിരിക്കണം, മറന്നു പോകല്. 6:66 ഇങ്ങനെ ഒരു നമ്പർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ 3-6 വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത സകലരുടെ മേൽ നമ്മളത് ആരോപിച്ചിട്ടുണ്ട് ഈ നമ്പർ. നീ 666 ഒരുപാട് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ വ്യാഖ്യാനം മനസ്സിലായാൽ മതി എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾ വേറെ വ്യാഖ്യാനിച്ചോ, കൊളമാക്കരുത്. ഈ 666 പിടികിട്ടിയോ? യോഹന്നാൻ എഴുതി വെച്ചേക്കുന്നതാണ്. വചന നമ്പറിംഗ് ഒക്കെ സഭ തന്നിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒളിച്ച് കളിക്കുന്നത് അവിടെ കണ്ടോണം. 666 ഒറ്റ അർത്ഥം, ഒന്നുകിൽ നീ അവൻ്റെ കൂടെ, ഇല്ലെങ്കിൽ അവനെതിര്. ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച്, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് ഈ വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം, അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. അത് 666. അതാരാണ്? ഞാനാകാം, നീയാകാം. എപ്പോ? ഈ ആത്മീയതയിൽ നിന്ന് താഴോട്ട് പോയാൽ. കിട്ടുന്നുണ്ടോ? ഇത് മനസ്സിലാക്കിക്കൂടുക. അല്ലാണ്ട് നിങ്ങൾ ഹിറ്റ്ലറിനെ, മുസോളിനിനെ വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പേരുകൾ ഞാൻ പറയുന്നില്ല, ഇവരൊക്കെ മരിച്ചു പോയല്ലോ. ജീവിച്ചിരിക്കുന്ന ചിലരുടെ പേരൊക്കെ ഇതൊക്കെ ചുമ്മാ ആരോപിക്കാറുണ്ട്. ഇത് ആരോപിക്കേണ്ടത് ആരുടെ നേരെയാണെന്നറിയോ? അന്ന് നീറോയുടെ പേരെയോ ഡയക്ലീസിന്റെ പേരെയോ ആരോപിച്ച് കാണും.
ലോകമഹായുദ്ധങ്ങൾ വന്നപ്പോൾ, കെടുതികൾ വന്നപ്പോൾ, ചില മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഇവരൊക്കെ 666 എന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ആ വിരല് നേരെ ചൂണ്ടിക്കൊള്ളുക. നീ ഈശോയ്ക്കെതിരാണെങ്കിൽ, ഈശോയിൽ നിന്ന് അകന്നു പോയെങ്കിൽ, ചുമ്മാ എതിരെന്നല്ല, ഭക്തി കുറഞ്ഞെങ്കിൽ, ആരാധന കുറഞ്ഞെങ്കിൽ, പഴയ ചൈതന്യം കുറഞ്ഞെങ്കിൽ, യു ബിക്കം ആന്റി ക്രൈസ്റ്റ്. നീ 666, അത് നീ തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകിൽ അവൻ്റെ കൂടെ, ഇല്ലെങ്കിൽ അവൻ എതിര്. അതുവരെ അവൻ്റെ കൂടെ നടന്നു, ഇച്ചിരി നേരത്തേക്ക് മാറി നിന്നല്ല, പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. ഇപ്പം ചിലപ്പോൾ ആ അവസ്ഥയിലായിരിക്കും. തിരിച്ചു വരാൻ അവൻ പിന്നെ യോഗ്യത കാണുകയാണ്. അകന്നുപോയ നിന്നെയും തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മഹത്വം നൽകിയിരിക്കുന്നു, ആധിപത്യം നൽകിയിരിക്കുന്നു, അധികാരം നൽകിയിരിക്കുന്നു. നശിച്ചു പോകുന്നതിന് വേണ്ടി അല്ല നിന്നെ സൃഷ്ടിച്ചത്, അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ആ അനശ്വരതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ യു ബിക്കം ആന്റി ക്രൈസ്റ്റ്. അവനിൽ നിന്ന് അകന്നു പോയാൽ നീ എതിരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഇത് മനസ്സിലായല്ലോ? ഇത് മനസ്സിലാണ്. ഇത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുക. അവൻ്റെ കൂടെ, ഇല്ലെങ്കിൽ അവന് എതിര്. ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഘട്ടമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈശോയുടെ മഹത്വം, ഈശോയുടെ ആധിപത്യം, ഈശോയ്ക്കുള്ള അധികാരം, ഈശോയ്ക്കുള്ള മഹത്വം, ഈശോയ്ക്കുള്ള ഈ അനശ്വരതയൊക്കെ നമുക്ക് തന്നു. അതായത് ഈശോയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം നമുക്ക് തന്നു. നിങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം. അതായത് നമുക്കിത് തരാനൊരു കാരണമേ ഉള്ളൂ. നമുക്കിത് തരാൻ, ഈശോയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം നമുക്ക് കിട്ടാൻ ഒറ്റ കാരണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കാവോ? റോമൻസ് 8:16-17. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കിട്ടാനുള്ള അവകാശം ഒറ്റ കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ട്? നമ്മൾ മക്കളാണ്. 17 വായിച്ചേ. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ആ ഫ്രേസ് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അവകാശികൾ. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം, ദൈവം നമ്മുടെ സ്വന്തം. യാക്കോബിനെ അവൻ, ഇസ്രായേലിനെ അവൻ സ്വന്തം അവകാശമായി സ്വീകരിച്ചു. പ്രഭാഷകൻ 17:17. ഒപ്പം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി എന്ന് വെച്ചാൽ എന്താ? കൂട്ടവകാശി എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ വീട്ടിൽ 2-3 മക്കളൊക്കെ ഉള്ളവർക്ക് ഇത് മനസ്സിലാവില്ലേ? സ്വത്ത് ഭാഗം വയ്ക്കുമ്പം നമ്മൾ എന്നാ പറയും? അപ്പൻ അമ്മ എന്നാ പറയും? ഈ സ്വത്തിൻ്റെ കൂട്ടവകാശികളാണ് നിങ്ങൾ എന്ന് വെച്ചാൽ ഈക്വൽ ഷെയർ. അപ്പൻ്റെ സ്വത്തിൻ്റെ കൂട്ടവകാശികൾ. ഈശോയുടെ കൂട്ടവകാശി എന്ന് വെച്ചാൽ എന്താ? ഈശോയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം നമുക്കും ഉണ്ട്. ഈ പറഞ്ഞ സാധനം, മഹത്വം നല്ലതാണ്, ആധിപത്യം നല്ലതാണ്, അധികാരം നല്ലതാണ്, അനശ്വരം നല്ലതാണ്. ഈശോയ്ക്ക് വേറെ ഒന്നും കൂടെ ഉണ്ടാകുന്നു. പീഡകൾ, സഹനങ്ങൾ, കുരിശ്, തെറ്റിദ്ധാരണ, സഹനം, ഒറ്റുകൊടുക്കൽ, ഒറ്റപ്പെടലുകൾ, കണ്ണുനീര്, ചോര വീണ അവസ്ഥ, മുഖത്ത് തുപ്പലേറ്റ അവസ്ഥ, തെറ്റിദ്ധരിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും കുരിശെ കയറിയും നഗ്നനായും എല്ലാം ഈശോയ്ക്ക് കിട്ടിയെങ്കിൽ ഇപ്പൊ കിട്ടുന്ന സഹനം എന്നാണെന്നറിയോ? ഇത് ശാപമല്ല സാറേ, അവകാശം. അയ്യോ, ഇതൊന്നും ദഹിക്കില്ല, ചങ്കുപൊട്ടി മരിക്കും നിങ്ങൾ. ഇനി അതിനെ സഹന, അച്ചോ ഇതൊരു സഹന, അമ്മച്ചി ഇതൊരു സഹന. നോ, അത് സഹനമല്ല സാർ. ജിൻസച്ചോ മുട്ടുവേദനയാണ്, എനിക്ക് മേല, എനിക്ക് സഹനം. നോ, കാരണം എൻ്റെ ഈശോയും മുട്ടിടിച്ച് വീണു, അവന് മുട്ടുവേദന ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇത് അവൻ എനിക്ക് തന്ന സഹനമല്ല, ഇത് അവൻ എനിക്ക് തന്ന അവകാശമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ സഹനങ്ങളെക്കുറിച്ച്, നമ്മുടെ സഹനങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ജില്ലായിട്ട് നിൽക്കില്ലേ നമ്മൾ? പിന്നെ സങ്കടപ്പെടില്ല, പിന്നെ നിരാശപ്പെടില്ല, പിന്നെ പ്രത്യാശ മാത്രം. കാരണം ഇവൻ ചുമ്മാ നമ്മളെ ഒഴിവാക്കി വിട്ടേക്കല്ല, അവനുള്ളതെല്ലാം അവൻ എനിക്ക് തന്നേക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 8-ാമത്തെ അധ്യായം, അതിൻ്റെ 28-ാമത്തെ വാക്യം കൂടെ നമ്മൾ മുമ്പേ വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയാകി പരിണമിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ സഹനത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഒരു വിശ്വാസ സത്യം തിരിച്ചറിഞ്ഞു, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ആത്മീയ സത്യം തിരിച്ചറിഞ്ഞു. ഈ വേദന സഹനമല്ല, ഇത് അവകാശമാണെന്ന് പറയുമ്പോഴും ആക്ച്വലി നമ്മൾ സങ്കടപ്പെടുകയാണ് അല്ലേ? ഇതൊരു റിയാലിറ്റി ആയിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ മുട്ടുവേദന എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ നടുവേദന, നിങ്ങളുടെ പെടലി വേദന, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കുള്ള ബോധ്യം എന്താണ്? ഇതെല്ലാം എന്തായി മാറും? മഹത്വമായിട്ട് നന്മയാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം കൂടെ വായിച്ചേ, അറിയാവുന്നതാണ്. 8:18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട്
തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് കരുതുന്നു. കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് നശ്വരമായ ചില സങ്കടങ്ങൾക്ക് വേണ്ടി അല്ല, അനശ്വരമായ ആ സാദൃശ്യത്തിന് വേണ്ടിയിട്ടാണ്. വലതുരുത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 8:29 അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരങ്ങളിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യൂ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ക്ലിയറാണോ? ക്ലിയറാണോ? മഹത്വം പിടിയിട്ടു എന്നാ? അത് ഈ മഹത്വം കിട്ടുന്നത് ചുമ്മാ ഇരുന്നുകൊണ്ടല്ല. കിരീടം കിട്ടുന്നത് കുരിശെ കയറിയതിന് ശേഷമാണ്. റെസറക്ഷൻ ഹാപ്പൻസ് ആഫ്റ്റർ ദ ക്രൂസിഫിക്ഷൻ. ഉദ്ധാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരൊറ്റ കൊടുക്കലുണ്ട്, ഒരൊറ്റപ്പെടലുണ്ട്, ഒരു കുരിശാരോഹണമുണ്ട്. ആ കുരിശെ കയറിയവനെ എന്തുള്ളൂ? ഉദ്ധാനമുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം കുരിശെ കയറുമ്പോഴേ, ഇപ്പം രോഗങ്ങൾ വരുമ്പോൾ, ഇപ്പം വേദനകൾ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം: ഇഫ് ദർ ഈസ് ക്രൂസിഫിക്ഷൻ ദർ ഈസ് റെസറക്ഷൻ. കുരിശെ കയറിയെങ്കിൽ മാനെ എഴുന്നേറ്റിരിക്കും, ഉയർത്തെഴുന്നേറ്റിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ്റെ ചായയിൽ സാദൃശ്യത്തിൽ എന്ന് പറയുമ്പോൾ അവൻ അവകാശപ്പെട്ടതെല്ലാം നമുക്ക് ഈ പീഡകളിലും നമ്മൾ അവനോട് സാദൃശ്യപ്പെടുന്നു. സഹനം എൻ്റേതല്ല, ഈശോയുടേതാണ്. അതൊരു സഹനമായിട്ട് എനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ വേദനിപ്പിക്കുന്നതല്ല, അതെൻ്റെ അവകാശമാണ്. കാരണം ഞാൻ അവൻ്റെ സാദൃശ്യത്തിൽ, അവൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്ന ഇതിലേക്കാണ്, ഈ സാദൃശ്യത്തിലേക്ക് വളരുക, അവനിൽ ഒന്നായിത്തീരുക, അവനോട് ഒന്നായിത്തീരുക. ഇപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റാറ്റസ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെങ്കിൽ അവകാശികൾ. യോഹന്നാൻ ശ്ലീഹയും അതേ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ മടുത്തോ? യോഹന്നാൻ ശ്ലീഹയും അതേ കാര്യം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:1 എടുക്കാമോ? ഇവിടിതൂടെ ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അറിയാലോ, കാണാപ്പാടം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഇപ്പം നമ്മുടെ അവകാശം, ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ ദൈവ മക്കളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമുക്കുള്ള സാധ്യത. 2-ാം വാക്യം ശ്രദ്ധിച്ച് കേട്ടെ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഒരുമിച്ച് വായിച്ചേ. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ സാദൃശ്യം. കിട്ടുന്നുണ്ടോ? അവൻ്റെ ഛായ, അവൻ്റെ സാദൃശ്യം എന്ന് വെച്ചാൽ ഈ സഹനത്തിന് ശേഷം, ഈ കുരിശിന് ശേഷം നീ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നീ നിത്യജീവനിലേക്ക് വരുമ്പോൾ, അതിന് ഫോക്കസ് കൊടുക്കുമ്പോൾ നീ ആരെ പോലാവുന്നു? അവൻ്റെ ഛായയിൽ, അവൻ്റെ സാദൃശ്യത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. എന്ന് വെച്ചാൽ പാപം ചെയ്യാതെ വിശുദ്ധിയിലുള്ള ഒരു ജീവിതം. 6-ാമത്തെ വാക്യം, അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മുമ്പേ പറഞ്ഞൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചേക്കണം. ഫെയ്ത്ത് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് ഡിവൈൻ എലൈവ്. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി അവനെ അറിഞ്ഞ് അവനിൽ വസിക്കുന്ന അവനെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ് വിശ്വാസം. അത് സാധ്യമല്ലാത്ത ഒറ്റ ഗ്രൂപ്പിനേ ഉള്ളൂ. ആർക്ക്? പാപിക്ക്. പിശാചിനല്ല, പാപിക്ക്. പാപം ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഈ നിത്യജീവനെക്കുറിച്ചും സഹനങ്ങൾ മാറാനൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുക. കാരണം അവൻ്റെ ഛായ, അവൻ്റെ സാദൃശ്യം, അവൻ പാപം ചെയ്തിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ നോട്ട് പോസിബിൾ ടു സിൻ. ആ സ്റ്റേജിൽ എത്തണം നമ്മൾ. ഇപ്പം ആണോ? ഇപ്പം എന്നാ സാധ്യത നോക്കി നടക്കണം. പാപം ചെയ്യാൻ എന്നാണ് സാധ്യത? പാപം ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ഈ പാപം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ഫാക്കൽറ്റി തന്നെ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായി പോകണം. അത്രയ്ക്ക് ഈശോ നിറഞ്ഞു കഴിഞ്ഞാൽ, അത്രയ്ക്ക് ഈശോ നിറഞ്ഞു കഴിയണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്താൽ നമുക്കറിയാം നമ്മൾ കുളമായിട്ട് നിൽക്കാം. കുമ്പസാരക്കൂട് ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ കുളമായിട്ട് നിൽക്കാൻ നമുക്കറിയാം. നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, ആഗ്രഹിച്ചിട്ടും വീണ് പോകുന്നുണ്ട്, ആഗ്രഹിക്കാത്ത തിന്മ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമല്ലോ.
ഇതുകൊണ്ട് പറയട്ടെ, ഈശോ നോക്കണതേ നിങ്ങൾ എത്ര പ്രാവശ്യം വീണുപോയി എന്നുള്ളതൊന്നുമല്ല, എഴുന്നേക്കാനൊന്ന് ശ്രമിക്കുന്നുണ്ടോ. നമ്മൾ തല്ലിപ്പൊളികളാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം, വീണ് പോകുമെന്നറിയാം. അതിനാണല്ലോ അവൻ ഈ കൃപ തന്നുകൊണ്ടിരിക്കണത്, കയറി വരാൻ, പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചാൽ, അങ്ങനെ ഒരു ഉറപ്പിച്ചാൽ, ഈശോ ഞാൻ പാപം ചെയ്യാണ്ട് ജീവിക്കാൻ ശ്രമിക്കാം, നിത്യജീവനെ ഫോക്കസ് ചെയ്യാൻ ജീവിക്കാം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 1 യോഹന്നാൻ 5:18 എല്ലാവരും ചേർന്ന് ബൈബിൾ എടുത്ത് കൈപ്പിടിച്ച് ഉറക്കെ വായിക്കുക. 1 യോഹന്നാൻ 5:18. അങ്ങനെ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകളോട് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാണ്. ഉറക്കെ വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. വായിക്കുക. എന്ന് നാം അറിയുന്നു, ദുഷ്ടൻ അവനെ തൊട്ടില്ല. കാരണം സംരക്ഷണം ആരാ തരുന്നേ? ദൈവപുത്രൻ ഈശോ മിശിഹ നേരിട്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്നെ തൊടില്ലെന്ന്, ഒന്നും നിന്നെ തൊടില്ല, ദുഷ്ടൻ നിന്നെ തൊടില്ല. കൂടോത്രമോ മന്ത്രവാദമോ ശാപവാക്കുകളോ പിന്നെ എന്നൊക്കെയാ, ഏറുകണ്ണ്, ഓട്ടക്കണ്ണ്, ഓച്ചറക്കണ്ണ്, ഒന്നും നിന്നെ തൊടില്ല. പേടിയാണല്ലോ. ഇതാണ് ഉള്ളിൽ വരേണ്ട പ്രത്യാശ. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എനിക്കെതിരെ എന്ത് സംസാരിച്ചോ, പക്ഷേ ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒറ്റ ബോധം, എന്നെ സംരക്ഷിക്കുന്ന ആരാണ്? ദ ഹെവൻ ഡയറക്റ്റ് ഇൻചാർജാണ്. മാലാഖമാരെ ഒന്ന് ഏൽപ്പിച്ചേക്കുമല്ല, മനസ്സിലായോ? കാവൽ മാലാഖയൊക്കെ അവിടെയാണ്, സൈഡ് കാരണഭൂതരായ വിശുദ്ധരൊക്കെ അവിടെയുണ്ട്. വെരി ഗുഡ്. നമുക്ക് സംരക്ഷണം തന്നേക്കുന്ന ആരാണ്? ദൈവപുത്രൻ നേരിട്ട് തന്നേക്കാണ്. ഈശോയാണ് നിങ്ങൾക്ക് സംരക്ഷണം തന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ദുഷ്ടൻ നിന്നെ തൊട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പലതരം നെഞ്ചോട് ചേർത്ത് പിടി, പറ. ദൈവപുത്രൻ എൻ്റെ ഈശോ മിശിഹ എന്നെ സംരക്ഷിക്കുന്നു. ദുഷ്ടൻ എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ജീവിതത്തെയോ തൊട്ടില്ല. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ധൈര്യമായിട്ടിരിക്കണം, ഭയപ്പെടരുത്. ആരാണ് കൂടെയുള്ളത്? ഈശോയാണ്. ആരുടെ സാദൃശ്യത്തിലാണ് നീ? ഈശോ. നിന്നെ പിശാച് പ്രലോഭിപ്പിക്കാൻ വരുമ്പോൾ അവൻ കാണേണ്ടത് നിന്നെയല്ല, ഈശോയെ. പ്രലോഭനം വരും, പക്ഷേ ഇട്ടേച്ച് പോവും. അവൻ തോക്കാൻ ഒറ്റ വഴി പാപം ചെയ്യാതിരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, നിത്യജീവന് വേണ്ടി ഒരുങ്ങുക. അടുത്ത വണ്ടേ നമ്മൾ ഒരുമിച്ചുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇന്ന് എൻ്റെ ലോകം അവസാനിക്കാം, നാളെ നിങ്ങളുടെ ലോകം അവസാനിക്കാം. നമുക്ക് എന്ന് ആണെങ്കിലും സ്വർഗത്തിൽ വെച്ച് കാണാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. Because we are created for eternity. നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. എന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ, നമ്മൾ അവന്റെ വചനമാണ്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.